കോടതി വളപ്പിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. യുവതിയെ കഴുത്തറുത്ത് കൊല്ലാൻ ഭർത്താവ് ശ്രമിച്ചു. കൊല്ലം ആൽത്തറ മൂട്ടിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപമുള്ള റോഡിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം. യുവതി തടഞ്ഞതിനാൽ ഗുരുതരമായി പരിക്കേറ്റില്ല. പ്രതി കാവനാട് മുക്കാട് സ്വദേശി ബിൻസിയെ നാട്ടുകാരും പോലീസും ചേർന്നാണ് കീഴ്പ്പെടുത്തത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിലാണ് ഇയാൾ ആക്രമണം അഴിച്ചുവിട്ടത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിലെ ഹിയറിംഗിന് ശേഷം മടങ്ങുമ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. കാവനാട് മുക്കാട് സ്വദേശി ബിൻസിയും ഭാര്യയും തമ്മിൽ 2.5 വർഷമായി കുടുംബ പ്രശ്നത്തെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു. കേസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹിയറിംഗിനെത്തിയ ശേഷം ഇരുവരും മടങ്ങിപ്പോകുമ്പോഴായിരുന്നു സംഭവം. വക്കീലിനൊപ്പം നടന്നു വന്ന യുവതിയെ മതിലിൽ ചേർത്ത് നിർത്തി ബിൻസി കഴുത്തറക്കാൻ ശ്രമിച്ചു. തടയുവാൻ ശ്രമിച്ചപ്പോൾ കൈക്കും പരിക്കേറ്റു. പിന്നീട് വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കാനായി ഇയാൾ പാഞ്ഞെടുത്തു. ഇതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് ബിൻസിയെ കീഴ്പ്പെടുത്തി യുവതിയെ രക്ഷിച്ചു. കേസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിക്കാണ് അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഞാൻ എന്റെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു മതിലിനോട് ചേർന്ന്. അപ്പൊ ഞാൻ വണ്ടി എടുക്കാനായിട്ട്, എന്റെ കൂടെ ദീപിക ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ്. അപ്പൊ വണ്ടി എടുക്കാനായിട്ട് ചെന്ന സമയത്ത് പുള്ളിക്കാരൻ നടന്നു വന്നിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. പെട്ടെന്ന് കത്തി എടുത്ത് കഴുത്തിന് നേർക്ക് വെക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ചെറുതായിട്ട് മുറിഞ്ഞു പോറന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തട്ടി മാറ്റിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കൈയെടുത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മതിലിനോട് ചേർത്ത് നിർത്തി വയറ്റത്ത് കുത്തു. ചെറുതായിട്ട് കൊണ്ടുപോളൂ. അപ്പോഴത്തേക്ക് ഞാൻ കയറി പിടിച്ചപ്പോഴാണ് കൈ മുറിഞ്ഞത്. മത്സ്യത്തൊഴിലാളിയെ ബിൻസി പലപ്പോഴും മദ്യപിച്ചെത്തി ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെയും ഇയാൾ ഇവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പരാതി. പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം.